ഇന്ന് നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഇച്ചിരി താമസം വന്നു എനിക്ക് അടുത്ത സോപ്പിൻ്റെ മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് ഒരു ശകലം താമസം വന്നതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു 5 സോപ്പിനുള്ള ഓർഡർ ഉണ്ട്. അത് നമ്മുടെ രക്തചന്ദനത്തിൻ്റെ സോപ്പിനാണ് കേട്ടോ ഓർഡർ. ഈ രക്തചന്ദനത്തിൻ്റെ സോപ്പ് നമുക്ക് നല്ലൊരു എന്നാ സ്കിൻ ടോണൊക്കെ വ്യത്യാസം വരാനൊക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറ്റാനായിട്ട് നല്ലൊരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ രക്തചന്ദനത്തിൻ്റെ പൗഡർ ആഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് എന്താണെന്നറിയാമോ? ഇത് നമ്മുടെ അലോവേര പ്ലസ് അലോവേരയുടെ കൂടെ നമ്മൾ പൊട്ടറ്റോയോടെ ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തേക്കുന്ന ഒരു മിക്സ്ചറാണ് കേട്ടോ. അപ്പം ഇതാണ് അത് പൊട്ടറ്റോയുടെ ഒരു ജ്യൂസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ജ്യൂസ് ഇതിനകത്തേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം റോസ് വാട്ടർ ഇല്ല. റോസ് വാട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്യണം. നല്ല കറക്റ്റായിട്ട് മിക്സിങ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യിച്ചെടുക്കുവാണേ. രക്തചന്ദനം പിന്നെയും നന്നായിട്ട് പൊടി ഇതിനകത്ത് മിക്സ് ആവുന്നുണ്ട് കേട്ടോ. ബാക്കി എന്ത് പൊടികളാണെങ്കിലും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ തരിതരി പോലെ ഇങ്ങനെ കിടക്കും. നന്നായിട്ട് ജ്യൂസിനായിട്ട് മിക്സ് ആവാൻ പാടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേറെ 5 സോപ്പിൻ്റെ ഓർഡറേ ഉള്ളൂ. അപ്പം ആ ഒരു 5 സോപ്പിനുള്ള ഒരു ഇതേക്കൂട്ട് മാത്രമേ നമ്മളിപ്പോൾ ഈ രക്തചന്ദനത്തിൻ്റെ പൗഡറിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് സെറ്റായി കഴിഞ്ഞു. ഇനി ഈ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വൈറ്റ് ബേസാണ് കേട്ടോ. നമ്മൾ എല്ലാ തവണയും ഒരേ ബേസ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറി നോക്കുന്നതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു ബേസാണ് കേട്ടോ. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുവാണേ. അത്രേ ഉള്ളൂ നമ്മൾ ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ വൈറ്റമിൻ ഇയുടെ ഡ്രോപ്സ് ചേർക്കുന്നുണ്ട്. വൈറ്റമിൻ ഇയുടെ ഡ്രോപ്സ് ഒരു 5 ഡ്രോപ്സ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഗ്ലിസറിൻ്റെ ഒരടപ്പ് ചേർക്കുന്നുണ്ട്. മോയ്സ്ചറൈസറായിട്ട് നമ്മുടെ മുഖത്തിന് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം കൂടുതൽ ചേർക്കാം കേട്ടോ ഗ്ലിസറിന്. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ സ്മെല്ല് ചേർത്ത് കൊടുക്കാം. മസ്കിൻ്റെ സ്മെല്ല് നമ്മൾ ഡവിൻ്റെ സ്മെല്ല് ചേർത്ത് കൊടുക്കണം കേട്ടോ. മസ്കിൻ്റെയും ഡവിൻ്റെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്മെല്ല് ചേർത്ത് കൊടുക്കുവാണേ. ഇനിയിപ്പം നിങ്ങൾ ഈ തണുപ്പ് കാലത്ത് നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്നാണെന്നറിയാമോ? നിങ്ങൾ സ്മെല്ല് ചേർക്കുമ്പോൾ സ്മെല്ലല്ല, നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇത് ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോപ്പ് ഇരിക്കുമ്പോൾ പെട്ടെന്ന് റാപ്പ് ചെയ്ത് വെക്കണേ. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഗ്ലിസറിൻ പൊടിഞ്ഞ് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് സോപ്പിൻ്റെ പുറമേ കൂടെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്, പെട്ടെന്ന് റാപ്പ് ചെയ്തെടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഇത് ഉറച്ച ശേഷം സോപ്പ് മോൾഡിൽ ഒഴിച്ച് നമുക്ക് ഉറച്ച് കിട്ടിയ ശേഷം നമുക്ക് ഉടനെ തന്നെ നമുക്ക് സോപ്പ് റാപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ റാപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിത് സീലിംഗ് മെഷീൻ മേടിച്ചിട്ട് സീലൂടെ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ സോപ്പ് നല്ല സ്മെല്ല് നല്ല കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സീൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ സോപ്പിൻ്റെ സ്മെല്ല് ഒട്ടും പോകത്തില്ല. അപ്പം നമുക്ക് പുറത്തുനിന്ന് ഒരാൾ പെട്ടെന്ന് വന്നാലും നമ്മുടെ സോപ്പ് എടുത്തൊന്ന് തുറന്ന് നോക്കുന്നത് നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ. നമ്മൾ എത്ര നല്ല സ്മെല്ല് ചേർത്താലും ചിലപ്പോൾ നമ്മളിങ്ങനെ റാപ്പ് ചെയ്ത് വെറുതെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ല് അത്ര നന്നായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ രക്തചന്ദനത്തിൻ്റെ പാട് മാറാനുള്ള സോപ്പ് കേട്ടോ. അപ്പം ഞാനൊരു പൊട്ടറ്റോയുടെ മിക്സ് ഒരു ശകലം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ ആൾക്ക് നല്ല രീതിയിൽ മുഖത്തിന് ഇതേക്കൂട്ടുണ്ട്. അതായത് ടാന് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊട്ടറ്റോയുടെ ജ്യൂസ് നമ്മുടെ മുഖത്തിൻ്റെ സ്കിൻ ടോണ് നന്നായിട്ട് വർദ്ധിപ്പിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പാടുകളും ചുളിവുകളും ഒക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. അപ്പം ഇത്രയും സാധനം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു ശകലം കോക്കനട്ട് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് നിങ്ങൾ കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കുക. നമുക്കൊരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഒരു സോപ്പ് മേക്കിങ്ങിൽ ഒരു സോപ്പ് മേക്കർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് സിഗ്നേച്ചറായിട്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും ഒരു സോപ്പ് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ചിലത് നമുക്ക് അത്ര നന്നായിട്ട് പിടിച്ചെന്ന് വരുകയില്ല. അപ്പം നമ്മളിത് മോൾഡിലേക്ക് മാറ്റുവാണേ. ഈ ഡവിൻ്റെ സ്മെല്ല് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ സ്മെല്ലും
അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വാങ്ങുക. എന്താന്ന് വെച്ചാൽ ഒത്തിരി വ്യാജ സാധനങ്ങളും നമുക്ക് ഇറങ്ങി കിട്ടുന്നുണ്ട്. നമുക്ക് ലോ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് വ്യാജ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നമുക്ക് ഏതാ നല്ലത് ഏതാ ചീത്ത അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വാങ്ങി ഉപയോഗിച്ച് കഴിയുമ്പോഴായിരിക്കും ഇത് കൊള്ളില്ലല്ലോ എന്ന് വിചാരിക്കുന്നത്. അപ്പം അതിലും നല്ലത് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു ഇത് സെറ്റ് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ ഓരോരുത്തരുടെയും സ്കിൻ ടോണിന് ഓരോരുത്തർക്ക് വ്യത്യാസം കാണും. ഇപ്പൊ ചിലർക്ക് ചില സോപ്പ് ഉപയോഗിച്ചാൽ ചിലർക്ക് അവരുടെ സ്കിൻ അടിപൊളിയായിട്ട് കിട്ടും, ചിലർക്ക് വലിയ റിസൾട്ട് ഫീൽ ചെയ്യുന്ന കാണൂല. അത് ഓരോരുത്തരുടെയും സ്കിന്നിന് വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പം അത് നമ്മൾ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ സോപ്പ് മേക്കിങ്ങിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിനകത്ത് വേറെ നമ്മുടേതായ മായം ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആരെയും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സാധനം പോവോ, നമുക്ക് ഏറ്റവും ഹൈ ക്വാളിറ്റി സാധനം കൊടുക്കാൻ പറ്റണം, എന്നാൽ നമുക്ക് നഷ്ടം വരികയും ചെയ്യരുത്. നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എവിടെ നിന്നാണോ സാധനം കോസ്റ്റ് കുറച്ച് എടുക്കാൻ പറ്റുന്നതെന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ കോസ്റ്റ് കുറച്ച് നിങ്ങൾക്ക് സാധനം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഭയങ്കര റേറ്റിനെ നിങ്ങൾക്ക് നിങ്ങളുടെ സോപ്പ് പെർ പീസ് വിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം കുറയും എന്നല്ല, ചെറിയൊരു ഏണിങ്സ് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നവർ, നിങ്ങൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പലതവണ ഒത്തിരി ഭയങ്കര റേറ്റിലുള്ള ബേസ് വാങ്ങാതെ നിങ്ങൾ കുറഞ്ഞ റേറ്റിലുള്ള ബേസും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് നിങ്ങൾ വീട്ടിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് പഠിക്കുക. പലതവണ ചെയ്ത് കഴിയുമ്പോൾ ഇതിലെ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പം നിങ്ങൾ എന്നാ ചെയ്യുക, ഈ മിസ്റ്റേക്കുകളിൽ നിന്നാണ് നിങ്ങൾ കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ മുന്നോട്ട് പഠിക്കുക. അതായത് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളത് നിങ്ങൾ പഠിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ കുറേ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ പലതിനും പല അറിവുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. വീഡിയോസ് കാണണ്ടാന്നല്ല, പക്ഷേ എല്ലാ വീഡിയോസിലും ഓരോരുത്തർക്ക് സ്വന്തമായ ഒരു ഐഡിയാസ് അവർ ചെയ്യുന്നത്, അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക് കിട്ടുക. അപ്പം നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വേണം നിങ്ങൾ ചെയ്യുന്ന സാധനത്തിൽ. ഇപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ആ വീഡിയോ അതേപടി ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ബേസിൽ വ്യത്യാസം കാണും, ചേർക്കുന്ന സ്മെല്ലിൽ വ്യത്യാസം കാണും, അങ്ങനെ പല സാധനങ്ങളിൽ നിങ്ങൾക്ക് വ്യത്യാസം കാണും. അപ്പം നിങ്ങൾ എന്നാ ചെയ്യുക, അപ്പം വ്യത്യാസം ഉള്ളത് കൊണ്ടും ഇത് തന്നെയായിരിക്കും എൻ്റെ സാധനം എന്ന് വിചാരിച്ച് നിങ്ങളത് ചെയ്യരുത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ആദ്യം സോപ്പിനെ കുറിച്ച് മനസ്സിലാക്കുക. എത്ര മില്ലി എടുത്താൽ ഇത്ര സാധനത്തിന് എത്ര ചേർക്കാം. നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ബേസ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 100% ഒരു 30 ഗ്രാമോളം 500 ഗ്രാം ബേസിന് ഒരു 30 ഗ്രാം നിങ്ങൾക്ക് ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. പക്ഷേ ഈ ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ മാക്സിമം സ്പീഡ് തീർക്കുന്ന രീതിയിലുള്ള ഒരു സോപ്പാണെങ്കിലേ അവർക്ക് കൊടുക്കാവുള്ളൂ. ഒത്തിരി നാൾ വെച്ചോണ്ടിരിക്കുന്ന സോപ്പുകൾ ഈ ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് കൊടുക്കരുത്. അതിന് നിങ്ങൾ പൗഡേഴ്സ് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ കുറേ അറിവുകളുണ്ട്. നിങ്ങളത് പലതായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ സംശയം പലരും നമ്മളോട് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ അറിവുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ചെയ്ത് നല്ല രീതിയിൽ റിസൾട്ട് വന്നിട്ട് അവരെനിക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മളെപ്പോലെ ചെറിയൊരു രീതിയിലാണെങ്കിലും അവർ ഏൺ ചെയ്യട്ടെ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പ്രോഡക്റ്റിന് പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മൾ തന്നെ ഉപയോഗിച്ച് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ആ സാധനം നമുക്ക് ധൈര്യമായിട്ട് പുറത്തേക്ക് കൊടുക്കാം. അങ്ങനെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ആ സാധനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഓർഡർ കിട്ടും. വീണ്ടും എന്നാ ചെയ്യാന്ന് ചോദിച്ചാൽ, ഇപ്പം അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. നമ്മുടെ സാധനം നമ്മൾ ഉപയോഗിച്ചു, ഹൈ ക്വാളിറ്റി ആണെന്ന് മനസ്സിലാക്കി വേറൊരാൾക്ക് ഇത് കൊടുക്കുന്നു. ആ ആൾ ഉപയോഗിച്ചു പലരോട് പറയുന്നു. അതായത് നമ്മുടെ പലരുടെ വാമൊഴിയിൽ തന്നെ ഈ സാധനത്തിന് പ്രചാരണം കിട്ടും, നമ്മുടെ സാധനത്തിന് പ്രചാരം കിട്ടും. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാവുന്ന വേറൊരു മെത്തേഡാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മാക്സിമം ചെയ്യാം. ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് കൂടുതൽ ട്രെൻഡി ആയിട്ട് ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ വിൽക്കപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ കോമ്പറ്റീഷൻ വരും. നമ്മുടെ സാധനത്തിന് ഒന്നെങ്കിൽ നമ്മൾ റേറ്റ് കുറച്ചിട്ടാൽ നമ്മുടെ പോകും, റേറ്റ് കൂടുതലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാധനം പോകത്തില്ല. അപ്പം നമുക്ക് നഷ്ടം വരും. അപ്പം നമ്മൾ ചിന്തിക്കുക ഏത് രീതിയിലാണ് നമുക്കത് കഴിക്കാൻ പറ്റുക. പിന്നെ നമ്മുടെ കുടുംബശ്രീ ബാസാറുകളുണ്ട്, അവിടെ കൊണ്ട് നമുക്ക് വെക്കാം. കുടുംബശ്രീയുടെ ഇതേക്കൂട്ടിലൊക്കെ കീഴിലൊക്കെ നമുക്ക് അവരോട് സംസാരിച്ചാൽ ഇതെങ്ങനെ വിൽക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾക്ക് വിൽക്കാവുന്ന വേറൊരു ഇതേക്കൂട്ടാണ് ഹോട്ടലുകൾ, ഹൈ ലെവലിലുള്ള നമ്മുടെ റിസോർട്ടുകൾ, അങ്ങനത്തെ ഗസ്റ്റുകൾ വരുന്ന കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം എത്തിക്കാൻ പറ്റിയാൽ
നല്ല സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ആൾക്കാർ 100% എടുക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പറയാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒതുക്കി ഇതിനകത്ത് പറയുന്നില്ല. ഞാൻ അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ പറയുന്നതാണ്. എൻ്റെ കുഞ്ഞവ എണീറ്റിട്ടുണ്ട്. അപ്പം ആളെ നോക്കേണ്ടത് കൊണ്ട് ഞാൻ ഇന്നത്തേക്ക് ഈ വീഡിയോ നിർത്തുവാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഞാനിത് എടുത്ത ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ.